ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെഡോൾഫ് മീഡിയ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നോർത്തിലെത്തി. മാമനും മാമിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരും ഉണ്ട് നമ്മുടെ കൂടെ തിരുപ്പതിക്ക്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. പാവങ്ങൾ വിക്കിത്തായോ ഗൈസ്, അപ്പോൾ നമ്മുടെ തിരുപ്പതിയിലെത്തിയിട്ടുള്ള ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ഇഡലിയും രാരും മസാല ദോശ, അനിയനും മസാല ദോശയാണ് വാങ്ങിച്ചത്. അമ്മയും മാമനും അച്ഛനും മാമിയും എല്ലാം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വേറൊരു അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അവർ ആ വഴിക്ക് കഴിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമാണ് കഴിക്കുന്നത്. അവർ കമ്പനിക്ക് ഇരിക്കുവാണ് ഞങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ നിന്ന് ബസ് കയറി തിരുമലയിലേക്ക് പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ നിന്ന് APSRTCയുടെ ബസ്സിൽ നേരെ തിരുമലയിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് ടിക്കറ്റ് ഫെയർ വന്നിട്ട് 110 രൂപയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അവിടുത്തെ ചെക്ക് പോസ്റ്റാണ് താഴത്തെ. ഇവിടെ എല്ലാ വണ്ടികളും പ്രൈവറ്റ് ആയിക്കോട്ടെ എല്ലാ വണ്ടികളും നമ്മളിവിടെ ചെക്ക് ചെയ്ത് ലഗേജ് എല്ലാം സ്കാൻ ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലഗേജ് എല്ലാം സ്കാൻ ചെയ്ത് തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി തിരുമലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ നിങ്ങൾ കാണും. ഗൈസ്, നമ്മളങ്ങനെ ബസ് ഇറങ്ങി നടന്ന് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുപ്പതി ക്ഷേത്രം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് കുറച്ചധികം നടക്കാനും ക്യൂ നിൽക്കാനും ഒക്കെ ഉണ്ട്. ഇവിടെ മുട്ട അടിക്കുന്ന ഒരു വഴിപാടായതുകൊണ്ട് നമുക്കിവിടെ ഫുള്ളും ചുറ്റുപാടെല്ലാം തൊപ്പിക്കടകൾ കാണാം. ഇവിടെയാണ് നമ്മൾ മുട്ട അടിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ തലയൊക്കെ മുട്ടയടിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, കുറിയൊക്കെ തൊട്ടു. അപ്പോൾ നമ്മളിനി ദർശനത്തിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് വൈകിട്ട് 6 മണിക്കാണ് ദർശനം കിട്ടിയേക്കുന്നത്. അപ്പോൾ തിരുപ്പതി വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരും ഒരു 3 മാസം മുമ്പ് തന്നെ വരാനായിട്ടുള്ള ഡേറ്റിൽ നിന്ന് ഒരു 3 മാസം മുന്നേ തന്നെ നമ്മൾ ദർശനം എല്ലാം ബുക്ക് ചെയ്യുക. കാരണം അല്ലെങ്കിൽ സ്ലോട്ട് കിട്ടാൻ പാടായിരിക്കും. 300 രൂപയാണ് ഒരു ദർശനത്തിന് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. ട്രെയിൻ ടിക്കറ്റും ദർശനവും എല്ലാം നമ്മളൊരു 3 മാസം മുന്നേ തന്നെ മാക്സിമം ബുക്ക് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ക്യൂവിൽ നിന്ന് പോകേണ്ടി വരും. ഗൈസ്, അപ്പോൾ സമയം 12:30 നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോകുവാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോഴത്തേക്കും അന്നദാനം ഇവിടുന്ന് കഴിച്ചിട്ടേ നമ്മൾ പോകാറുള്ളൂ. നമുക്ക് അത്രയും ഇഷ്ടമാണ് ഇവിടുത്തെ അന്നദാനം. പച്ചരി ചോറും അവരുടെ കറികളും എല്ലാം നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് തരുന്നതായിരിക്കും. നല്ലൊരു അനുഭവമാണ് നമുക്കത്. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് വരാം. विश्वेश्वर दर्शन कर चरमन
ഗൈസ് അപ്പോൾ നമ്മുടെ ദർശനത്തിനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ദർശനത്തിന് പോകുവാണ്. അവിടെ ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഫോണും ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഗൈസ് അപ്പോൾ നമ്മുടെ ദർശനം എല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാവരും തൊഴുതിറങ്ങി തിരിച്ചിനി നമ്മൾ റൂമിലേക്ക് പോകുവാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം അമ്പലത്തിന് ചുറ്റുമൊക്കെ നമ്മളൊന്ന് നടന്നു കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ നേരെ ഇനി തിരിച്ച് ബസ്സിലേക്ക് കയറി റൂമിലേക്ക് പോകുവാണ്. എല്ലാവരും നല്ല ക്ഷീണിച്ച് കുറച്ചൊക്കെ അധികം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. ഹേ ഭഗവാൻ ഇന്നെങ്ങോട്ടാണ് യാത്ര ഇതെന്താണ് തമാശ ഇതാണോ ബാക്കി വിശേഷങ്ങളുമായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഇനിയും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ ബൈ.